ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദ്. 3 കെട്ടുകൾ പിശാച് തലയിൽ കെട്ടിവെക്കും. യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും, 3 knots എന്ന് പറഞ്ഞിട്ട്. 3 knots, നോട്ട് എന്ന് പറഞ്ഞാൽ KNOT, 3 കെട്ടുകൾ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാ പേടിച്ചോളത്, വലിയവരൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് പറയുന്നത്. 3 knots, 3 കെട്ടുകൾ. നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. നേരം വെളുത്ത് മടിയനാകുന്നത് എങ്ങനെയാണ്, നേരം വെളുത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പഠിപ്പിച്ച ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹി, ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങൾ ഉറങ്ങുമ്പോ 3 കെട്ടിടുന്നുണ്ട് പിശാച്. ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ്, നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ്. അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരം ഇനിയുണ്ട്, നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഒരുപാട് നേരമുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കാണും, ഒരു 3 മിനിറ്റ് എങ്ങാനും ഉള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്ലീപ് സ്ലീപ്, യു ഹാവ് നോ ടൈം ടു സ്ലീപ്, ഗോ ബാക്ക് ടു സ്ലീപ്, ഗോ ബാക്ക് ടു, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറയും. വലിയ അത്ഭുതം. ഖളായി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ. അതുവരെ ഉറങ്ങും. ഖളായി 1 മിനിറ്റായി അപ്പൊ എഴുന്നേറ്റു, ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കാരം ഖളായല്ല, നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ഉണരുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ അതിലെ ഒരു കെട്ടങ്ങട്ട് അഴിയും, ഒരു കെട്ടഴിയും. എന്താ ചെയ്യണം? എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഫഇൻ തവല്ല, വുളു എടുത്താൽ 2ാമത്തെ കെട്ടഴിഞ്ഞു, 3ാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം. നിസ്കാരം കൂടെ കഴിഞ്ഞാൽ 3 കെട്ടുമഴിയും. 1 അഴിയാൻ ദിക്ർ ചൊല്ലണം, 2ാമത്തേത് അഴിയാൻ വുളു എടുക്കണം, 3ാമത്തേത് അഴിയാൻ നിസ്കരിക്കണം. ഈ 3 കെട്ടും അഴിഞ്ഞാൽ ആ ദിവസം അവൻ ഉന്മേഷവാനാണ്. ത്വയ്യിബൻ നഫ്സ്, മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ. വഇല്ലാ, ഈ 3 കെട്ടുകളും അഴിഞ്ഞിട്ടില്ല. ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ തരുന്ന, ആദ്യം പറഞ്ഞത് അതാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, വുളു എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി മോശപ്പെട്ടവനായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിന്റെ ആരംഭം ഉന്മേഷം വേണോ? അത്രേ വേണ്ടു. നമുക്ക് റെഡ് ബുൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ദിക്ർ ചൊല്ലി വുളു എടുത്തു, നിസ്കരിച്ചു, ആ ദിവസം പെർഫെക്റ്റ് ആണ്. അല്ലാഹു സഹായിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബി, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാണ്, ഉറക്കോട് ഉറക്കാൻ, ഹത്താ യുസ്ബിഹ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ. അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ്. ഫഖാൽ, എന്താ മറുപടി എന്നറിയോ? ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ. നേരം പുലർന്നിട്ടാണ്, സുബഹി ഖളാ ആയിട്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നത്, ചെവിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് പിശാച് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം.